തൂഫാൻ പണ്ടേ ശ്രീനാരായണ ഗുരു തുടങ്ങിയിരുന്നു. ശ്രീനാരായണ ഗുരുവും മുരുകനും തമ്മിലുള്ളൊരു ബന്ധം. ഗുരു ഒരു കാലത്തും സുബ്രഹ്മണ്യോപാസകനായിരുന്നു. അത് പക്ഷേ ദീർഘകാലം നീണ്ടു നിന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ കേവലം ഉപാധികൾ മാത്രമാണ്, ലക്ഷ്യമല്ല. ഏകവും അഖണ്ഡവുമായ സത്യമാണ്. ഉപാസനയല്ല ലക്ഷ്യം. അല്ല, ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തിരിക്കുക എന്നാണ്. ഗുരു പറയുകയാണ്, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. എനിക്ക് ആത്മജ്ഞാനത്തിൻ്റെ ദിവ്യമായൊരു ആനന്ദാനുഭൂതിയിൽ സ്വയം ലയിച്ചിരിക്കുന്ന നില. വാസ്തവത്തിൽ മലയാള സാഹിത്യ നിരൂപണ രംഗം ശ്രീനാരായണ ഗുരുദേവനിലെ മഹാകവിയെ കണ്ടതായി നടിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അപൂർവം ചിലർ മാത്രമേ ഉള്ളൂരസ് പരമേശ്വരയ്യര് ഗുരുവിനെ കുറിച്ച് വളരെ ചെറിയ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുമാരനാശാന് ആശാൻ കവിതകളുടെ മഹത്വത്തെ കണ്ടറിയുകയും അത് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് മുണ്ടശ്ശേരി മാഷാണ്, ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ ആ ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ മന്ത്രം വളരെ ശ്രേഷ്ഠമായൊരു മന്ത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, മുമ്പിൽ നമ്മളൊരു പ്രതീകമായി അഗ്നിയെ കാണുകയും അഗ്നിയെ ആരാധിക്കുകയല്ല, അഗ്നിയെ പ്രപഞ്ചത്തിൻ്റെ ആകെ തന്നെ കാരണസ്വരൂപമായിട്ട് ആ അഗ്നിയെ കാണുകയും ആ അഗ്നിയിലേക്ക് ലോക ജീവിതത്തിൻ്റെ മുഴുവൻ വാസനകളെയും പ്രലോഭനങ്ങളെയും സമർപ്പിച്ച് എന്നിൽ ജ്ഞാനോദയം ഉണ്ടാക്കുക, അറിവിൻ്റെ പ്രകാശം എന്നിൽ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ സമ്പത്തിൻ്റെയും ആത്മീയമായ ഔന്നത്യവും ഒപ്പം പ്രദാനം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മന്ത്രം വാസ്തവത്തിൽ നമ്മുടെ മന്ത്രസാഹിത്യത്തിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമായി പറയുന്ന ഗായത്രി മന്ത്രത്തിൽ പോലും ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുമ്പോഴും എൻ്റെ ബുദ്ധിയെ ബുദ്ധിക്ക് തെളിമയുണ്ടാക്കിയത്, ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും എന്നാണ് അതിൽ വരുന്നത്. ബുദ്ധിക്ക് തെളിമയുണ്ടാക്കാൻ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എന്താണോ ഈ ലോകത്ത് ആവശ്യമായിട്ടുള്ളത് അതിനെയെല്ലാം വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയും ആ മന്ത്രത്തിൽ ഉള്ളടങ്ങി നിൽക്കുന്നു. അതാണ് ആ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചാണ് നേരത്തെ ചോദിച്ചത്. വാസ്തവത്തിൽ മലയാള സാഹിത്യ നിരൂപണ രംഗം ശ്രീനാരായണ ഗുരുദേവനിലെ മഹാകവിയെ കണ്ടതായി നടിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അപൂർവം ചിലർ മാത്രമേ ഗുരുവിൻ്റെ കൃതികളിലെ സാഹിത്യ മൂല്യങ്ങളെ മുൻനിർത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളൂരസ് പരമേശ്വരയ്യര് ഗുരുവിനെ കുറിച്ച് വളരെ ചെറിയ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നീട് മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് ഇപ്പോൾ മുണ്ടശ്ശേരി മാഷിനെ കുറിച്ച് പറയുമ്പോൾ കുമാരനാശാന് ആശാൻ കവിതകളുടെ മഹത്വത്തെ കണ്ടറിയുകയും അത് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് മുണ്ടശ്ശേരി മാഷാണ്, ജോസഫ് മുണ്ടശ്ശേരി, വലിയ സാഹിത്യ നിരൂപകനായിട്ടുള്ള മുണ്ടശ്ശേരി. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ ഒരു കവിയായിട്ട് പോലും പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം പോലും മുണ്ടശ്ശേരി മാഷ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന MP പോളോ അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണമാരാരോ ഒന്നും തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതായി നടിച്ചിട്ടില്ല. പിന്നീട് മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് വന്ന ഇപ്പോൾ സുകുമാർ അഴീക്കോട് ഗുരുവിൻ്റെ ദുഃഖം എന്ന പേരിലൊരു പുസ്തകം രചിച്ചു എന്നല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പഠനം നിർവഹിച്ചതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഡോക്ടർ ടി ഭാസ്കരൻ രചിച്ച ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ സമ്പൂർണ്ണ വ്യാഖ്യാനത്തിന് ഒരു അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അതിലെ ഗുരുകൃതികളെക്കുറിച്ചൊക്കെ ചെറിയ പരാമർശങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നല്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിലെ സാഹിത്യ മൂല്യത്തെ സംബന്ധിച്ച് സുകുമാർ അഴീക്കോടും ഒന്നും തന്നെ പറഞ്ഞതായി കാണുന്നില്ല. അപ്പോൾ അഴീക്കോടിൻ്റെ സമകാലീനരായിട്ടുള്ളവരെ നോക്കുമ്പോൾ പ്രൊഫസർ MK സാനുമാഷ് ഗുരുവിൻ്റെ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗുരുവിൻ്റെയും ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെയും ഒക്കെ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ശ്രീനാരായണ സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് സാനുമാഷ്.
അപ്പോഴും സാനമാഷ് ഗുരുവിൻ്റെ അപൂർവം ചില കൃതികളെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനനീ നവരത്നമഞ്ജരി, ദൈവദശകം തുടങ്ങിയ കൃതികളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സാനുമാഷ് പോലും ഗുരുദേവ കൃതികളെ മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു പഠനമൊന്നും നടത്തിയതായി കാണുന്നില്ല. ഡോക്ടർ എം ലീലാവതി ടീച്ചർ പല സന്ദർഭങ്ങളിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിലെ സാഹിത്യ മൂല്യത്തെ സംബന്ധിച്ചൊക്കെ പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ലീലാവതി ടീച്ചറും അതിനെ മുൻനിർത്തി ഒരു സമഗ്ര പഠനം നടത്തിയിട്ടില്ല. എന്നാൽ മലയാളത്തിൽ ധാരാളം പേർ ശ്രീനാരായണ ഗുരുദേവ കൃതികളെ സംബന്ധിച്ച് പഠനം നടത്തി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ മാല്യങ്കര SNM കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഡോക്ടർ ഗീതാ സ്വരാജ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്തോത്രകൃതികളെ മുൻനിർത്തി പഠനം നടത്തിയിട്ടാണ് ഡോക്ടറേറ്റ് നേടിയത്. ആ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് വളരെ സമഗ്രമായിട്ടുള്ളൊരു പഠനമാണ് ടീച്ചർ നടത്തിയിരിക്കുന്നത്. അതുപോലെ വേറെ പലരും ശ്രീനാരായണ ഡോക്ടർ S. സോമന ഗുരുദേവ കൃതികളെ മുൻനിർത്തി പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഡോക്ടർ K. പ്രശോഭൻ എന്ന് പറയുന്ന അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവ കൃതികളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങളൊക്കെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇന്നത്തെ കാലത്ത് ഗുരുദേവൻ്റെ കൃതികൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഓരോ ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാനിയുടെ കൃതിക്ക് എല്ലാ കാലത്തും പ്രസക്തി ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, ബൈബിൾ, ഖുറാൻ, അതുപോലെ ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, ഈ കൃതികൾക്കൊക്കെ ഇന്നത്തെ ലോകത്ത് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അത് വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇന്നും മനുഷ്യജീവനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന വലിയ മൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം കൃതികളിലൂടെയാണ്. മനുഷ്യനെ സത്യത്തോട് ചേർക്കുന്ന വലിയ ദർശനമാണ് ഈ കൃതികളിലൊക്കെ ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്നത്. അതേ മൂല്യം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓരോ കൃതിക്കും ഉള്ളത്. പിന്നെ ഇന്നത്തെ സവിശേഷമായ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം ഗുരു എവിടെ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം, ഒരു ഉയർത്തപ്പെടേണ്ട മറ്റൊരു ചോദ്യം. അതുണ്ട്. കാരണം ഇന്നത്തെ ലോകം നമുക്കറിയാം, മതവും ജാതി ചിന്തയുമൊക്കെ ഇന്നും വളരെ സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. മനുഷ്യർ തമ്മിൽ പല തട്ടുകളായി നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗുരുദേവൻ കണ്ട ലോകത്തിന് വ്യത്യസ്തമായിട്ടൊരു ലോകമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇന്നും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. മതകലഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരു മതത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഗുരു ആ സമ്മേളനം ചേർന്നത്. അതിനു മുൻപ് ഗുരു ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവിടുത്തെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണല്ലോ നിർവഹിച്ചത്. അന്ന് തന്നെ ഗുരു അവിടെ ഒരു സന്ദേശം ലോകത്തിന് നൽകുകയുണ്ടായി. അത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ യേശുദാസ് സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി പാടിയത് ആ സന്ദേശമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ആ സന്ദേശത്തിന് ഇന്ന് എന്ത് പ്രാധാന്യമാണുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും മനുഷ്യർ ജാതിഭേദം കൊണ്ട് ഇവിടെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതവിദ്വേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതില്ലാത്ത ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന കാലത്തോളം, ജാതി വ്യത്യാസവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്ന കാലം വരെ ഈ സന്ദേശം നിത്യപ്രസക്തമായി തന്നെ നിലനിൽക്കും. പിന്നീട് ഗുരുവിൻ്റെ ജാതിസങ്കല്പം, മതസങ്കല്പം, ഇതൊക്കെ ഗുരുവിൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ആത്മോപദേശ ശതകത്തിൽ 44-ാമത്തെ പദ്യം മുതൽ ഗുരുവിൻ്റെ ഒരു മതദർശനം നമുക്ക് കാണാൻ കഴിയും. പലമതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ മറന്നിടയണം. പൊരുത് ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദിയെ തോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞ പദ്യം പല മതസാരവും, എല്ലാ മതങ്ങളുടെയും സാരമായി നിൽക്കുന്ന പൊരുൾ ഒന്ന് തന്നെയാണ്.
കാരണം എല്ലാ മതങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മാർഗമാണ് എല്ലാ മതങ്ങളും ഉപദേശിക്കുന്നത്. ഇതാണ് മതത്തിൻ്റെ സാരമായിട്ടുള്ള പൊരുളെന്ന് പറയുന്നത്. മതത്തിൻ്റെ സാരമല്ലാത്തത് വ്യത്യസ്തമായിരിക്കാം. അത് മതത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ, ദൈവസങ്കല്പം, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എന്താണ് എല്ലാ മതങ്ങളുടെയും ആ കഴമ്പായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ സത്തായിട്ടുള്ളത് എന്താണ്? സത്തായിട്ടുള്ളത് പ്രപഞ്ചം. കാരണം ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എന്നും ഉയർന്നു വരുന്ന 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അവനവൻ ആരാണെന്ന് അറിയുക, ഞാൻ ആരാണെന്ന് അറിയുക, എനിക്ക് ചുറ്റുമുള്ള ഈ ലോകം എന്താണെന്ന് അറിയുക, ഇതിൻ്റെയൊക്കെ കാരണമായി നിൽക്കുന്ന ഒരു പൊരുൾ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്ത്, ഇതറിയുക. ഈ 3 ചോദ്യങ്ങളാണ് എല്ലാ തത്വചിന്താ പ്രസ്ഥാനങ്ങളുടെയും അടിത്തറയായി നിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് തേടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റേതായ രീതിയിൽ ഉണ്ടാകുന്ന അനുഭവത്തെ മുൻനിർത്തിയാണ് അത് ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് വ്യത്യസ്ത ചിന്താ സമ്പ്രദായങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ മഹാന്മാരെല്ലാം ഈ പ്രപഞ്ച സത്യത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയ സത്യം ഒന്ന് തന്നെയായിരുന്നു. അതാണ് മതങ്ങളുടെ സാരമായിട്ടുള്ള പൊരുൾ. ബുദ്ധനും ക്രിസ്തുവും മുഹമ്മദ് നബിയും നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഒക്കെ കണ്ടത് ഒരേ സത്യത്തെ തന്നെയാണ്. സത്യം പലതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരേ ദൈവത്തെ തന്നെയാണ് കണ്ടെത്തിയത്. അപ്പോൾ അതാണ് മതത്തിൻ്റെ സാരമായി നിൽക്കുന്ന പൊരുൾ. ഇതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചൊരു വിഷയമുണ്ടായിരുന്നു, മഹാമണ്ഡലേശ്വരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി, ശ്രീനാരായണ ഗുരുവും മുരുകനും തമ്മിലുള്ളൊരു ബന്ധം, അതും ആ ഒരു പൊരുളിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു? അതെ, ഈ പൊരുളിനെ തന്നെയാണ് എല്ലാവരും തേടിയത്. അപ്പോൾ ഇവരുടെ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടി ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ചില സങ്കല്പങ്ങളാണ് ഈ ദേവതകളായിട്ട് രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഗുരുവിന് എനിക്ക് തോന്നുന്നു, ഗുരു ഒരു കാലത്തും സുബ്രഹ്മണ്യോപാസകനായിരുന്നു. അത് പക്ഷേ ദീർഘകാലം നീണ്ടു നിന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ കേവലം ഉപാധികൾ മാത്രമാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം ആ പൊരുളാണ്, ആ സത്യമാണ്, ഏകവും അഖണ്ഡവുമായ സത്യമാണ്. ഉപാസനയല്ല ലക്ഷ്യം. അല്ല, ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തിരിക്കുക എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ അടുത്ത്, ആസനം, ഇരിക്കുക എന്നുള്ളതാണ്. ആരുടെ അടുത്തിരിക്കുക? ആ സത്യത്തിനോട് ചേർന്നിരിക്കുക. അപ്പോൾ അതിനു വേണ്ടി അനുഷ്ഠിക്കുന്ന ആ അനുഷ്ഠാന സമ്പ്രദായമാണ് ഉപാസനയിൽ വരുന്നത്. അത് തീവ്രമായിട്ടുള്ള ഒരു ജപമാകാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ധ്യാനമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യസ്വരൂപത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ധ്യാനമെന്ന് പറഞ്ഞാൽ തന്നെ ഇടതടവില്ലാത്ത വിചാരമെന്നാണ് അർത്ഥം. അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നതാകാം. ആ വിചാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാം എന്തിനെയാണോ ധ്യാനിക്കുന്നത് ആ ധ്യാനിക്കുന്ന സ്വരൂപം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക, അതാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ തലം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ വരുന്നത്. ആ അർത്ഥത്തിലാണ് ഗുരു സുബ്രഹ്മണ്യനെ ഒരു കാലത്ത് ഉപാസിച്ചിരുന്നു. അപ്പോൾ സുബ്രഹ്മണ്യോപാസന ഗുരു നിർവഹിച്ചു. സുബ്രഹ്മണ്യനെ പ്രകീർത്തിച്ചുകൊണ്ട് കൃതികൾ രചിച്ചതായിട്ട് ഞാൻ പറഞ്ഞു. 7ഓളം കൃതികൾ ഗുരു സുബ്രഹ്മണ്യനെ മുൻനിർത്തി സ്തുതിഗീതങ്ങളായി രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഗുരുവിനെ ഇങ്ങനെ ഈ ഗുരു ലോകത്ത് താൻ എന്താണ് നടപ്പാക്കേണ്ടത്, എല്ലാവർക്കും അവരുടേതായ ഒരു കാര്യപരിപാടി ഉണ്ടാകുക, ഒരു മാനിഫെസ്റ്റോ എന്ന് പറയാൻ. എനിക്ക് ലോകത്ത് എന്താണ് ചെയ്യാനുള്ളത് അത് ഗുരു വെളിപ്പെടുത്തുന്നത് ഒരു സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറഞ്ഞൊരു കൃതിയിലാണ്. ആ കൃതിയിൽ ഗുരു പറയുന്നുണ്ട്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ എന്നാണ് ഗുരു ആവിഷ്കരിക്കുമ്പോൾ. അതിനെ തികച്ചും കാവ്യാത്മകമായിട്ടും പ്രതിരൂപാത്മകമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു. നിലാവ് എന്ന് പറഞ്ഞ രാത്രിയാണ്. നിലാവത്ത് നമുക്ക് കാഴ്ചകളൊന്നും വ്യക്തമായി കാണാനും കഴിയില്ല. അപ്പം നിലാവ് എന്നുള്ളത് അജ്ഞതയുടെ പ്രതീകമാണ്. അജ്ഞത നീക്കം ചെയ്യപ്പെട്ടു, നിലാവങ്ങ് നീങ്ങി. ദിനകരൻ എന്ന് പറഞ്ഞാൽ അറിവാണ്, സൂര്യനാണ്, വെളിച്ചമാണ്. അറിവിൻ്റെ സൂര്യൻ ഉദിച്ചു.
അറിവിൻ്റെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആത്മജ്ഞാനികൾക്ക് ലോകത്ത് ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് അവരുടെ മാർഗത്തെക്കുറിച്ച് പറയുന്നത് നിവൃത്തി മാർഗമെന്നാണ്. അവർക്ക് ലോകത്ത് ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല, അതാണ് അവരുടെ നില. പക്ഷേ ഗുരു പറയുന്നത് ഇവിടെ അങ്ങനെയല്ല. എനിക്കങ്ങനെ ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്ന ആ നില എനിക്കിപ്പോൾ വേണ്ട. നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, മനസ്സും ഇല്ലാതെയായി. ഗുരു പറയുകയാണ്, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. എനിക്ക് ആത്മജ്ഞാനത്തിൻ്റെ ദിവ്യമായൊരു ആനന്ദാനുഭൂതിയിൽ സ്വയം ലയിച്ചിരിക്കുന്ന നില, ലോകത്തെയാകെ വിസ്മരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു നില എനിക്കിപ്പോൾ വേണ്ട. പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. എന്നിട്ട് ഗുരു പറയുകയാണ്, അവിടെയാണ് ഗുരുവിൻ്റെ ഇതര ആത്മീയതയിൽ പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള ഗുരുവിൻ്റെ ഒരു വ്യത്യാസം നമുക്കവിടെ കാണാൻ കഴിയും. എനിക്ക് ആ ആനന്ദാനുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്ന് എനിക്ക് അവിടെ തന്നെ അമർന്നിരിക്കാം, ലോകത്തെ കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ ഗുരു ലോകത്തെ കാണുന്നു. ഗുരു ലോകത്തെ കാണുമ്പോൾ ലോകത്തെ ജനങ്ങളുടെ ജീവിതം വളരെ കഷ്ടതരമാണ് എന്നും കാണുന്നു. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർ. ലോകത്ത് മനുഷ്യർ ദീനം പിടിച്ച് കിടക്കുകയാണ്. ദീനം എന്ന് പറഞ്ഞാൽ രോഗം. അത് കേവലം ഒരു മനുഷ്യ ശരീരത്തെ മാത്രം ബാധിക്കുന്നതല്ല, മനുഷ്യ മനസ്സിനെയും അതിലുപരി സമൂഹ മനസ്സിനെയും സമൂഹ ശരീരത്തെയും ബാധിച്ച രോഗമാണ്. ആ അർത്ഥത്തിൽ ദീനം എന്നുള്ള പദത്തെ മനസ്സിലാക്കണം. സമൂഹ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ച ഏറ്റവും വലിയ രോഗമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരാളേക്കാൾ ഉയർന്നതാണ് എന്ന് ധരിക്കുന്നത്, ഒരാൾ മറ്റൊരാളേക്കാൾ താഴ്ന്നതാണെന്ന് ധരിക്കുന്നത് അവരുടെ മനസ്സിനെ ബാധിച്ച രോഗമാണ്. ജാതിപരമായ വേർതിരിവുകളും അത് സൃഷ്ടിച്ച തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ സമൂഹ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ച മാരക രോഗങ്ങളാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ വിധേയമായി ഇപ്പോൾ ഈ തൂഫാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നേ ഗുരു ഇത് പറയുന്നുണ്ട്, മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർ എന്ന്. അപ്പോൾ ലോകത്തെ ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ വിധേയമായി സ്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവരെ ശരിയായ ബോധത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. രോഗം പിടിച്ച ലോകത്തെ രോഗവിമുക്തമാക്കേണ്ടതുണ്ട്. തൂഫാൻ പണ്ടേ ശ്രീനാരായണ ഗുരു തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കർമ്മം തൻ്റേതാണ്, തൻ്റെ പവിത്രമായൊരു ധർമ്മമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് തൻ്റെ കർമ്മകാണ്ഡത്തിന് ആരംഭം കുറിച്ചത്. പിന്നീട് ഗുരുദേവൻ ഒരു നിമിഷം പോലും വ്യർത്ഥമായി പാഴാക്കിയിട്ടില്ല. ഗുരു നിരന്തരമായി കർമ്മം ചെയ്യുകയായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ കർമ്മങ്ങൾ അത്രയും അതൊന്നും തന്നെ ഗുരുവിന് വേണ്ടിയായിരുന്നില്ല. ഗുരു എന്തിനു വേണ്ടി കർമ്മം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമായിരുന്നു. അത് കുമാരനാശാൻ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ച കൃതിയിൽ പറയുന്നുണ്ട്, അന്യർക്ക് ഗുണം ചെയ്വതിനായുസ്സു ബബുസ്സും ധന്യത്വമുടങ്ങ ആത്മതപസ്സും ബലി ചെയ്യൂ സന്യാസികളില്ല ഇങ്ങനെ ഇല്ല ഇല്ലമിയന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ലോക നന്മയെ മുൻനിർത്തിയാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്ന ആത്മജ്ഞാനികളുണ്ട്. അവരെ ദർശനമാല എന്ന കൃതിയിൽ ഗുരു അവരെ വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മവിത്ത് എന്നാണ്. ബ്രഹ്മവിത്തിൻ്റെ ലക്ഷണവും ഗുരു പറയുന്നുണ്ട്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം വിധിവത് കരോതി കർമ്മം ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത എന്നാണ് പറയുന്നത്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന എന്ന് പറഞ്ഞാൽ, ദഗ്ധ്വ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്നു, ജ്ഞാനാഗ്നിയാൽ അറിവിൻ്റെ അഗ്നിയാൽ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം ദഹിപ്പിച്ചതിന് ശേഷം ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം, ലോകത്തിൻ്റെ ഹിതത്തെ മുൻനിർത്തി വിധിവത് കരോതി കർമ്മം, വിധിവത്തായ കർമ്മം ചെയ്യുന്ന ബ്രഹ്മവിത്ത് ബ്രഹ്മണിസ്ഥിത, ബ്രഹ്മത്തെ അറിഞ്ഞവനെയാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് ഗുരുവിൻ്റെ തന്നെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും.